ചരിത്രം കുത്തിവെച്ച കാസർഗോഡ് കൊടവലം പയ്യന്നൂർ എരമം ശിലാലിഖിതത്തിന് 1000 വർഷം പൂർത്തിയായി. 1020 ചേര ഭരണാധികാരി ഭാസ്കര രവി മനുകുലാദിത്യനാണ് ശിലാലിഖിതം സ്ഥാപിച്ചത്. This news brought to you by കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ ABC ഗ്രൂപ്പ്, ABC സെയിൽസ് കോർപ്പറേഷൻ, BC റോഡ്, കാസർഗോഡ്. കേരള ചരിത്ര നിർമ്മിതിയിൽ നിർണായകമായ തെളിവുകൾ അടയാളപ്പെടുത്തുന്ന എരമം ചാലപ്പുറം ക്ഷേത്രത്തിലെ ശിലയിൽ എഴുതപ്പെട്ട ലിഖിതത്തിന് 1000 വർഷം പൂർത്തിയായി. 1020 ചേര ഭരണാധികാരി ഭാസ്കര രവി മനുകുലാദിത്യനാൽ സ്ഥാപിക്കപ്പെട്ട ശിലാലിഖിതത്തിന്റെ ചരിത്ര പ്രാധാന്യം പ്രശസ്ത ചരിത്രകാരൻ ഡോക്ടർ MGS നാരായണനാണ് വെളിച്ചത്തു കൊണ്ടുവന്നത്. ശിലാലിഖിതത്തിൽ ചോള ഭരണാധികാരി രാജേന്ദ്ര ചോളൻ ചാലപ്പുറം ക്ഷേത്രത്തിൽ വച്ച് നടന്ന യോഗത്തിൽ പങ്കെടുത്തതും പ്രതിപാദിക്കുന്നുണ്ട്. ക്രിസ്തുവർഷം 962 ചേര രാജാവായ ഭാസ്കര രവി ഒന്നാമൻ ഭരണത്തിലേറി 58ാമത്തെ വർഷമാണ് രേഖ സ്ഥാപിക്കപ്പെട്ടത്. ഇതേ വർഷം തന്നെയാണ് കാസർഗോഡ് കൊടവലം ശിലാലിഖിതവും എഴുതപ്പെട്ടത്. ശിലാലിഖിതം കണ്ടെത്തിയ പ്രദേശം ചരിത്രാധ്യാപകരായ നന്ദകുമാർ കോറോത്ത്, CP രാജീവൻ എന്നിവർ സന്ദർശിച്ചാണ് ലിഖിതത്തിന്റെ സഹസ്രാബ്ദത്തിൽ പുനർവായനയ്ക്ക് വിധേയമാക്കിയത്. വടക്കൻ കേരളത്തിന്റെ ചരിത്രത്തെ മാറ്റിമറിച്ച ഏറ്റവും പ്രഗത്ഭമായ ഇൻസ്ക്രിപ്ഷനാണ് എരമം ചാലപ്പുറം ഇൻസ്ക്രിപ്ഷൻ. കേരളത്തിന്റെ പ്രഗത്ഭനായ ചരിത്രകാരൻ MGS നാരായണനാണ് ഈ ഇൻസ്ക്രിപ്ഷൻ വായിച്ചെടുത്തിട്ടുള്ളത്. വട്ടെഴുത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിർണായകമായ ഒട്ടനവധി വിവരങ്ങൾ നമുക്ക് ഈ ഇൻസ്ക്രിപ്ഷനിലൂടെ ലഭിച്ചിട്ടുണ്ട്. ചാലപ്പുറം ക്ഷേത്രത്തിന്റെ മുന്നിൽ കടന്നിരുന്ന ലിഖിതം സംരക്ഷിക്കുവാൻ വേണ്ടി പയ്യന്നൂർ കോളേജിലേക്ക് എത്തിച്ചത് ഡോക്ടർ പവിത്രൻ സാറാണ്. ഇതിൻ്റെ 1000 വർഷമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കേരള ചരിത്രത്തിൽ നിർണായകമായ തെളിവുകൾ നിർത്തുന്ന വട്ടെഴുത്തിലുള്ള ലിഖിതം ഒരു അമൂല്യ സമ്പാദ്യമായിട്ട് ഇന്ന് പയ്യന്നൂർ കോളേജിലെ ചരിത്രവിഭാഗത്തിൻ്റെ ഹിസ്റ്ററി മ്യൂസിയത്തിൽ ഉണ്ട് എന്നുള്ളത് വരും തലമുറയ്ക്കും ചരിത്രപരമായിട്ട് അറിവുകൾ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി പര്യാപ്തമായ ഒന്നാണ് എന്ന് പറയാൻ വേണ്ടി അറിയിക്കുകയാണ്. വട്ടെഴുത്തിലെഴുതിയ ചാലപ്പുറം ശിലാലിഖിതം ഒരു ശിലയുടെ 3 വശങ്ങളിലായാണ് കാണപ്പെടുന്നത്. മുൻവശത്ത് 15 തെളിഞ്ഞ വരികളും ഒരു തെളിയാത്ത വരിയുമാണ് ലിഖിതത്തിലുള്ളത്. പയ്യന്നൂർ കോളേജ് പൈതൃക മ്യൂസിയത്തിലാണ് എരമത്ത് നിന്ന് കണ്ടെത്തിയ ശിലാലിഖിതം സംരക്ഷിച്ചു വച്ചിരിക്കുന്നത്. ശിലാലിഖിതത്തിലെ പരാമർശത്തിലൂടെയാണ് 11ാം നൂറ്റാണ്ടിൽ ചേരന്മാരുടെയും ചോളന്മാരുടെയും സാന്നിധ്യം ഉത്തര കേരളത്തിൽ ഉണ്ടായിരുന്നെന്ന നിഗമനത്തിൽ ചരിത്രകാരന്മാർ എത്തിയത്. 1000 വർഷം പിന്നിടുന്ന ശിലാലിഖിതം കണ്ടെത്തിയ ക്ഷേത്രം പുനരുദ്ധരിപ്പിച്ച് ചരിത്ര സ്മാരകമാക്കണമെന്ന ആവശ്യവും ഉയരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.